GGC HOK Private Limited, Nasreet Martoma Church Campus, MC Road, Mannur, Keelam. പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ കഴിഞ്ഞ രാത്രി കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചു. പടിപ്പാറ ഭാഗത്ത് ജനവാസ മേഖലയിൽ കറുകപ്പള്ളിയിൽ ജോസ് എന്ന കർഷകന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന 300ഓളം വിളവെടുക്കാറായ കപ്പയാണ് നശിപ്പിച്ചത്. കപ്പ കൂടാതെ വാഴയും ഇഞ്ചിയും കയ്യാലയുമെല്ലാം നശിപ്പിച്ചു. രാത്രി ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ജോസും കുടുംബവും കണ്ടത് തങ്ങളുടെ ഉപജീവനമാർഗം നശിപ്പിക്കുന്ന കാട്ടാനയെയാണ്. ടോർച്ചടിച്ചും ഒച്ചവെച്ചും ആനയെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ ആന തിരിച്ചോടിച്ചെന്നും തങ്ങൾ വീട്ടിൽ അഭയം തേടിയെന്നും ജോസ് പറയുന്നു. ആന വരില്ല എന്നൊരു പ്രതീക്ഷയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് ആനയുടെ നിരന്തരമായ ശല്യം ഈ പ്രദേശത്ത് ആകമാനം ഉണ്ട്. വളരെയേറെ ആളുകൾ ജനഭീതിയിലാണ് കഴിയുന്നത്. അതിന് അടിയന്തരമായ ഒരു നടപടി പല പ്രാവശ്യം പ്രതിഷേധങ്ങളും മെമ്മോറാണ്ടങ്ങളും നിവേദനങ്ങളും എല്ലാം സമർപ്പിച്ചിട്ടും അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉചിതമായ ഒരു നടപടി നാളിതുവരെ ഉണ്ടായിട്ടില്ല. സത്വരമായ നടപടി ഉടനടി ഉണ്ടായില്ലെങ്കിൽ നിയമം കൈകളിലെടുക്കേണ്ട ഒരവസ്ഥ ഈ കർഷക പ്രതിനിധികൾ എന്ന നിലയിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഈ കൃഷിനാശത്തിന് ഉണ്ടായിരിക്കുന്ന ഏതാണ്ട് 20,000 രൂപയോളം നാശനഷ്ടം ഇന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഉചിതമായ നഷ്ടപരിഹാരം സർക്കാരിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എനിക്ക് ലഭിച്ചില്ല എങ്കിൽ അതുപോലെ കയ്യാലകൾ നശിപ്പിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉചിതമായ നഷ്ടപരിഹാരം ഉടനടി നൽകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് വിവരം അറിയിച്ച ശേഷം നാട്ടുകാരെ വിളിച്ചുകൂട്ടിയാണ് ആനയെ തുരത്തിയത്. അപ്പോഴേക്കും ആന കൃഷിയെല്ലാം നശിപ്പിച്ചിരുന്നു. അതേസമയം തന്നെ മറ്റാനക്കൂട്ടങ്ങൾ വേട്ടാമ്പാറയിലെ പല പ്രദേശങ്ങളിലും ഇറങ്ങി കൃഷിനാശം വരുത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു. മുണ്ടക്കൽ ജോസ് തോമസിന്റെ ധാരാളം ഫലവൃക്ഷങ്ങളും ആനകൾ നശിപ്പിക്കുകയുണ്ടായി. ഏറെ നാളുകളായി ഈ പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ്. ഇതുമൂലം കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുകയാണ്. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ജോസ് കറുകപ്പള്ളിയിൽ ആവശ്യപ്പെട്ടു. മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശം വന്യമൃഗശല്യം മൂലം നിഷേധിക്കപ്പെടുന്നത് തുടർന്നാൽ കർഷകരെ സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച വേട്ടാമ്പാറ പള്ളി വികാരി ഫാദർ ജോഷി നിരപ്പേൽ പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ ആന വരികയും നശിപ്പിക്കുകയും ചെയ്തു. ഇതിൽ നിന്നുള്ള കഷ്ടം, ദയനീയാവസ്ഥ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് ഇവിടെ എല്ലാം വേലിയിടും എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. ഇതൊന്നും നടപ്പിലാവുന്ന കാര്യങ്ങളല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനജീവിതം എത്രമാത്രം ദുരിതത്തിലാണ് എന്നുള്ളതിനെ മനസ്സിലാക്കുക. ഇത് ഒരു രാത്രിയിൽ സംഭവിക്കുന്നു. ആരെങ്കിലും പുറത്തിറങ്ങുന്ന സമയത്താണ് ദാരുണമായ സംഭവങ്ങൾ സംഭവിക്കാവുന്നതാണ്. വീടിനോട് അത്ര ചേർന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മകൻ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന അവസരത്തിലാണ് ആനയെ കാണുന്നത്. അപ്പോൾ അതൊന്നും സാധാരണക്കാർക്ക് തങ്ങളുടെ ജീവിതചര്യയിൽ അവർക്കുണ്ടാകുന്ന ജീവിതമാണത്. ആ ജീവിതത്തിലെ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായാൽ ഇതൊന്നും ആയിരിക്കുകയല്ല ഞങ്ങളുടെ പ്രതികരണങ്ങൾ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും സധുരമായ നടപടികൾ സ്വീകരിച്ച് ആവശ്യമായ നടപടി ഈ വേട്ടാമ്പാറ പ്രദേശത്തെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കുവാൻ, ജനത്തിന് ജീവിക്കുവാനുള്ള അവകാശങ്ങളെ തരുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. റോയൽ ബ്രിട്ടീഷ് അക്കാദമി, മൂവാറ്റുപുഴ, കോതമംഗലം.